ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പതിവില്ലാത്ത കാഴ്ചയാണല്ലേ, വേറൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നൊരു വെക്കേഷൻ ട്രിപ്പ് പോണതാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലെ തന്നെ പെരുമ്പാവൂർ ടൗണിൽ വന്ന് നമുക്ക് പോകാനുള്ള ബസ് കാത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മളോട് നിൽക്കാൻ പറഞ്ഞിട്ടുള്ള സ്പേസ് ഇതാണ്. അപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഉണ്ട്. നമുക്ക് ബാക്കി ഫാമിലീസൊക്കെ വരാനുണ്ട്. അപ്പോൾ അവരെയൊക്കെ നോക്കി നിൽക്കുന്നതാണ്, പെരുമ്പാവൂരാണ്. അപ്പോൾ നമുക്ക് പോകാനുള്ള വാഹനമാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ KSRTCയുടെ ട്രിപ്പായിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ KSRTCയിൽ ഇപ്പോൾ അങ്ങനെ നമുക്ക് പോകാമല്ലോ. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് പോയിട്ട് അടിച്ചു പൊളിച്ച് വരാൻ പറ്റും. അപ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ പോകാം. നമുക്കൊരു ഈ ബസ് ഫുള്ള് ആളെ കുക്ക് ചെയ്യാൻ മതി. അപ്പോൾ അവരെയൊക്കെ സമീപിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർ കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ ബസ്സിനകത്ത് കയറിയിട്ടുണ്ട്. ഓരോരുത്തർ വരാനുള്ളവരെ കാത്തിരിക്കാൻ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ചെറിയൊരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായി. പിന്നെ അതൊക്കെ ഒന്ന് ഫസ്റ്റ് കയറിയ ഒരു 3 മാറിയെങ്കിൽ പിന്നെ അതൊക്കെ സോൾവ് ചെയ്തിട്ട് പോവാണ്. ഓപ്ഷൻ നമ്മൾ നിർത്തിയിട്ടായിരുന്നു. നമ്മുടെ വണ്ടി നന്നായിട്ട് സൈഡ് ചേർത്ത് നിർത്തിയിട്ടിരുന്നതാണ്. എങ്ങനെയോ ഓടിച്ചാൽ പ്രായമുള്ള ഒരാളൊക്കെ സൂര്യപ്രകാശം വണ്ടിയിലേക്ക് അടിച്ചിട്ടാണ് എന്തോ ഓട്ടോറിക്ഷ വന്ന് നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ തട്ടാണ് ചെയ്തത്. അപ്പോൾ കുറച്ച് സമയം അതിനൊക്കെ ആയിട്ട് അങ്ങനെ പോയി. എന്നാലും പിന്നെ നമ്മുടെ യാത്ര ആരംഭിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ഇവിടെ ഇഞ്ചത്തൊട്ടി എന്ന് പറയുന്ന തൂക്കുപാലം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോറസ്റ്റ് ഏരിയയിൽ കൂടിയാട്ടോ നമ്മുടെ ബസ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇഞ്ചത്തൊട്ടിയിലാണ് ആദ്യത്തെ നമ്മുടെ പ്ലേസ്. അപ്പോൾ നമ്മളത് കാണാനായിട്ട്, തൂക്കുപാലം കാണാനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. നമ്മളതിനൊന്നും കയറിയൊന്നുമില്ല കേട്ടോ. നമ്മൾ പാലം കണ്ടിട്ട് തിരിച്ചു പോകാനുണ്ടായത്. അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് സൂര്യൻ്റെ വെളിച്ചമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ചില സ്ഥലത്ത് നല്ല വെയിലുണ്ട്, ചില സ്ഥലത്ത് കാർമേഘം മൂടി നിൽക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പോണ വഴിക്ക് ഇതാ ഒരു നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ഇങ്ങനെ പടർന്ന് കിടക്കണുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ്. ഇത് വാനിലയാണ്. ഇത് വാനിലയല്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് അലങ്കാര ചെടിയാണോ ഇനി എന്തെങ്കിലും ഉപയോഗമുള്ളതാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ തൂക്കുപാലം കയറാനുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള നല്ല വ്യൂ ആട്ടോ ഇവിടെ. നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ, നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. അപ്പോൾ ഇതിപ്പോൾ 84-86 അല്ലമീൻ എടത്തല കോളേജിൽ പഠിച്ച അവരുടെ ബാച്ചാട്ടോ നമ്മളിപ്പോൾ ഈ ടൂർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഉമ്മച്ചിയുടെ അനിയത്തി ആ ബാച്ചിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടില്ലേ, ഒരു വാവേനെ കാണാനായിട്ട് പോണത്, ആ അനിയത്തിയാട്ടോ. അപ്പോൾ അന്ന് അവിടെ ചെല്ലുമ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്, ഇവരിങ്ങനെ ടൂർ പോകാനിരിപ്പുണ്ട്, താല്പര്യമുള്ളവർക്ക് ഫാമിലിയിൽ നിന്ന് ആൾക്കാരുണ്ടെങ്കിൽ അവരെയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാനും അതിൽ പേരൊക്കെ കൊടുത്ത് വന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ബാച്ചിൽ ടൂറ് പോകാനായിട്ട് കയറിയത്. അപ്പോൾ തൂക്കുപാലത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഇത്ര പേർക്കാണ് ഇതിൽ കയറാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ 2-3 ബാച്ചൊക്കെ ആയിട്ടാണ് കയറിയത്. അപ്പോൾ ആദ്യത്തെ ബാച്ച് കയറിയപ്പോൾ ഞാൻ താഴെ നിന്ന് വീഡിയോ എടുക്കണതാണ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഇതിപ്പോൾ പെരുമ്പാവൂർ ഡിപ്പോനെ സമീപിച്ച് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ KSRTC അവർ സ്ഥിരം ഇങ്ങനെ ടൂർ പ്രോഗ്രാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഒരു വണ്ടിയിൽ കയറാവുന്ന ആൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ അത് കുടുംബശ്രീ വഴിയായാലോ ഫ്രണ്ട്സുകളായിട്ടോ റിലേറ്റീവ്സായിട്ടോ ആരായാലും ആ ബസ്സിൽ ഫുൾ ആളുണ്ടെങ്കിൽ നമുക്ക് ടൂർ പോവാം. അപ്പോൾ ഇതിന് 1000 രൂപയാണ് ചിലവുള്ളൂ. നമുക്ക് രാവിലത്തെ ഫുഡ്, ഉച്ചക്കത്തെ ഫുഡ്, വൈകുന്നേരത്തെ ചായ എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ പോകാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഈ ബാച്ചിൻ്റെ കൂടെയാട്ടോ ഞാനിപ്പോൾ പാലത്തിലേക്ക് പോണത്. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം. അപ്പോൾ കയറിയപ്പോൾ നല്ല വെയിലുണ്ടായി, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയും ചാറി തുടങ്ങി കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക രസമാണല്ലേ. നമ്മൾ ഇപ്പോൾ ഈ ബസ്സിലുള്ള ആരെയും തന്നെ ഞാൻ അറിയില്ല. പലരും പല വീട്ടിൽ നിന്ന് പല സ്ഥലത്തുനിന്ന് വന്നവരാണ്. അപ്പോൾ പിന്നെ നമ്മൾ കുറേ സമയം അങ്ങോട്ട് കഴിയുമ്പോൾ ഇവരൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്ത് പിന്നെ ഇവരും നമ്മളും ഒരേപോലെ ആവുകയല്ലേ. അപ്പോൾ നമുക്കറിയാത്ത ഒരുപാട് പേരെ അറിയാനും പരിചയപ്പെടാനും അവരുമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു നല്ല മനസ്സിനും നല്ലൊരു റിലാക്സാണ്. പുതിയ പുതിയ ആളുകളെ പരിചയപ്പെടാനും പറ്റും. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു പ്രോഗ്രാമായിരുന്നു.
അപ്പോൾ ഞാൻ എൻ്റെ ഇളയ ആളെ കൊണ്ടുപോയിട്ടുണ്ടായിട്ട് മോനെയും കൊണ്ടുപോയിട്ടാണ് പോയത്. അവനങ്ങോട്ട് പോണതാണ്. ഈ പാലം ഇവിടെ വന്നിട്ട് അധികം നാളായിട്ടില്ല എന്നാണ് കേട്ടോ. ഇപ്പോൾ ഈ പാലത്തിലൂടെയാണ് ഇതിൻ്റെ കരയിലുള്ളവരും ഇപ്പുറത്തേക്ക് വന്നതും. ഇവിടെ നിന്ന് രണ്ട് കരയിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചാരം ഈ പാലത്തിലൂടെയാണ്. അപ്പോൾ ആദ്യം ഈ പാലം വരുന്നതിന് മുമ്പ് ഇതിവിടെ കടത്തായിരുന്നു എന്നാണ് ഇവിടെ ഒരു ചേട്ടനെ കണ്ടപ്പോൾ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ആൾക്കിപ്പോൾ രണ്ട് സ്ഥലമുണ്ട്. അപ്പോൾ രാവിലെ പുള്ളിക്കാരൻ്റെ ഒരു സൈക്കിളായിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും രണ്ട് സ്ഥലത്തും കൃഷിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെയും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഇപ്പോൾ ആ നിൽക്കുന്ന ചേട്ടനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സൈക്കിളും കൊണ്ടാണ് പുള്ളിക്കാരൻ പോണേന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനപ്പോൾ നടന്ന് പോണവരും സൈക്കിളിന് പോണവരൊക്കെയാണല്ലോ ഇതിൽ പോണത്. അപ്പോൾ അല്ലാത്തവരെന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ ബൈക്കും ഇതിൽ കൊണ്ടുപോകാറുണ്ടെന്നാണ് പറഞ്ഞത്, തിരക്കില്ലെങ്കിൽ. പിന്നെ അല്ലാത്തവർ കഷ്ടപ്പെടണം കേട്ടോ. അപ്പോൾ ഈ പാലമൊക്കെ വരുന്നതിന് മുമ്പ് ഇവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ ചേട്ടൻ അങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ നമ്മുടെ ബസ് ഇതാണ്. അപ്പോൾ നമ്മളിനി ഈ നമ്മുടെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി നേര്യമംഗലം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മുടെ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഒരു ഫോറസ്റ്റ് ഏരിയയിലൂടെയുള്ള യാത്രയാണ്. അപ്പോൾ നമ്മുടെ ബസ്സിനകത്താണെങ്കിൽ നമുക്ക് മൈക്കൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. പാട്ട് പാടുന്നവർക്ക് പാട്ട് പാടാം, ഡാൻസ് കളിക്കണമെങ്കിൽ ഡാൻസ് കളിക്കാം. ബസ്സിലാണെങ്കിലും നല്ല മ്യൂസിക്കൊക്കെ ഇട്ടിട്ടാണ് പോണത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നേര്യമംഗലത്ത് എത്തിയിട്ടായിരുന്നു. ഫുഡ് കഴിക്കാനായിട്ട് അവിടെ കയറിയിട്ടാണ്. ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു. നമുക്കിഷ്ടമുള്ളത് ഓർഡർ ചെയ്യാം. അപ്പം പൊറോട്ട, ഇടിയപ്പം, അങ്ങനെ വെറൈറ്റീസായിട്ട് നമുക്കിഷ്ടമുള്ളത് നമുക്ക് ഓർഡർ ചെയ്ത് കഴിക്കാം. അപ്പോൾ ഞാനൊക്കെ പൊറോട്ടയും മുട്ടയൊക്കെ ആയിട്ട് ഓർഡർ ചെയ്തത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ചൂടൻ പൊറോട്ടയായിരുന്നു. അപ്പോൾ പിന്നെ അത് ഓർഡർ ചെയ്തു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് ബസ്സിലേക്ക് കയറുക കേട്ടോ. അപ്പോൾ വീഡിയോയ്ക്ക് ഇനി ഒരുപാട് ലെങ്ത് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോ ആയിട്ട് വരാം.